പോടി കള്ളി, നമുക്ക് ക്ലാസ്സിൽ പോണ്ടേ? ഹായ്, നല്ല പൂ, നമുക്ക് പറിക്കാൻ വേഗം വാ. അയ്യോ എന്തൊരു ഭംഗിയോ, നല്ല കളറല്ലേ. വേഗം പറിക്കേ, നമുക്ക് നാളെ ക്ലാസ്സിൽ പോകുമ്പോ കൊണ്ടുപോകാം. നല്ല കളറുണ്ട്, 4-5. ആരാടി തോട്ടത്തിൽ പൂ പറിക്കുന്നത്? വേഗം പാടി ഓടിവാ. അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. ആരാടി തോട്ടത്തിൽ പൂ പറിച്ചത്? ആരോട് ചോദിച്ചിട്ടാ പൂ പറിച്ചതെന്ന്? ആരോടും ചോദിച്ചില്ല. ആരോടും ചോദിച്ചില്ലേ? പിന്നെ പള്ളിക്കൂടത്തിൽ പോകുമ്പോ തലയിൽ വെക്കാനും. അയ്യേ, ഇടിച്ച് വന്നാലുണ്ടല്ലോ, തലയിൽ പൂ വയ്ക്കാതെ സ്കൂളിൽ പോയിക്കൂടല്ലേ? കൊണ്ടറിയ പൂ മോഷിക്കാൻ നടക്കുന്നു. എടീ, പൂ മോഷിക്കാ, നീ പൂ മോഷിക്കാന്നാ ചോദിച്ചത്. കള്ളി നോക്കുന്നുണ്ടോ? ആ, നിന്റെയൊക്കെ തലയിൽ മുടി ഉണ്ടെങ്കിലല്ലേ പൂ മോഷിക്കാൻ നടക്കുള്ളൂ. നിന്റെയൊക്കെ ഞാൻ കാണിച്ചു തരാം. പാടി ഇവിടെ പൂ മോഷിക്കാൻ നടക്കുന്നു. കൊണ്ടറി ഇവിടെ. എന്താ എന്താ ഇവിടെ ബഹളം? എന്തിനാ ഇവർ ആക്രമിക്കുന്നത്? ഇത് ചോദിക്കാൻ താനാരാ? എന്തിനാ ഇവിടെ നിങ്ങൾ കരയുന്നത്? ഒരു പൂ പറിച്ചതിന് ഞങ്ങളുടെ മുടിയൊക്കെ മുറിച്ചു കളയാ പോവാ. ഇത്ര ധിക്കാരമോ ഇവൾക്ക്? എന്താ, എനിക്ക് ധിക്കാരമുണ്ടെങ്കിൽ തന്നെ കൊണ്ട് വല്ലതും സാധിക്കുമോ? എന്നെ കൊണ്ട് പലതും ചെയ്യാൻ സാധിക്കും. തൽക്കാലം കുട്ടിയുടെ മുടി വിട്. വിടാ മനസ്സില്ലെങ്കിലോ? കുട്ടിയുടെ മുടി വിടുന്നോ ഇല്ലയോ? വിടാ മനസ്സില്ലെന്ന് പറഞ്ഞത് കേട്ടില്ലേ? പാടി നോക്കി പോടാ. ഓഹോ, അങ്ങനെയാണോ? നന്നാട്ടെ. പിന്നെ നിന്റെ ഉണക്ക മുടി ഞാനൊന്ന് മുറിച്ചു നോക്കട്ടെ. കൊണ്ടു ഇതിന്റെ തന്തയുടെ കൈ കൊടുക്ക. പോയടി ഉടനെ. ഇത് മുടിയല്ലേ? മോളുടെ മുടിയോ? ചേട്ടാ, മുടി വേലപ്പാ. അവൻ മോളുടെ മുടി മുറിച്ചെന്നോ? എന്താ മോളുടെ കാര്യം? ഒരു കാര്യമില്ല കാര്യം. നമ്മുടെ തോട്ടത്തിലെ പൂ പറിച്ചതിന് ഞാൻ ആ പെണ്ണുങ്ങളെ വഴക്ക് പറഞ്ഞതിന് അവൻ ചെയ്തതാ. മോളെന്താ വഴക്ക് പറഞ്ഞ് ചോദിക്കാൻ ഇവനാരാ? അല്ലെങ്കിൽ തന്നെ മുടിയാണോ മുറിക്കുന്നത്? പെമ്പിള്ളേരുടെ മുടി മുറിക്കുന്നതും അവരുടെ കഴുത്ത് മുറിക്കുന്നതും ഒരുപോലെയാ. അപ്പൊ ഇനി ഞാൻ നേരിട്ട് ഇടപെടേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ലേത്തുണി പണിയുണ്ടാക്കുന്നത് അവസാനത്തെ പണി. ഇതിൽ ഇവരെ ഇരുത്തുന്ന കാര്യം ഞാൻ എന്തുവാടാ? നീ വന്നേ, എന്തോന്നാ ചെവി ഇങ്ങനെ വന്ന് ഇവിടെ പറയടാ. ഇതൊരു നല്ല പണിയാണെന്നാ തോന്നുന്നു. സമ്മതിച്ചേ. ഉമ്മർത്താരെയും കാണുന്നില്ലല്ലോ. അയ്യോ, എന്താ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? വരാ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ വരാതിരിക്കാൻ ഒക്കുമോ? രാഘവൻ ഇവിടെയില്ലേ? ഉണ്ടല്ലോ, ഇപ്പൊ വിളിക്കാം. മോനെ രാഘവ. അയ്യോ മുതലാളിയോ, ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. ഇരുന്നാട്ടെ മുതലാളി. വേണ്ട വേണ്ട, ലോഹ്യം ഒന്നും വേണ്ട. പാമ്പിന് പാൽ കൊടുക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ കൊടുത്തു. അത് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞു കടിച്ചു. ഞാൻ എന്ത് ചെയ്തു മുതലാളി? ഒരു സഹായം ചെയ്ത ആളിനെ ഇങ്ങനെ തന്നെ സഹായിക്കണം, ഇങ്ങനെ തന്നെ സഹായിക്കണം. ഞാൻ എന്ത് തെറ്റിയില്ലെന്നാ പറയുന്നത്? നീയല്ല, നിന്റെ അനുജൻ. അവനെന്ത് ചെയ്തു മുതലാളി? ഞാനത് എങ്ങനെ പറയും? ഞാനും ഒരു മനുഷ്യനല്ലേ. അവൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ? സിന്ധു മോൾ കാറ്റ് കൊള്ളാൻ വെളിയിലോട്ട് ഇറങ്ങി. അവൻ ആ കാട്ടിൽ പതുങ്ങിയിരിക്കുന്ന വരും. മോൾ അറിഞ്ഞോ? ആര്? വേലപ്പനോ? പിന്നെ വേറെ വല്ല ഒരു കാര്യത്തെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുമോ? പതുങ്ങി എഴുന്നേറ്റ് ചാടി ഒരു പിടി കാട്ടിലേക്ക് വലിച്ചെറിച്ചങ്ങ് കൊണ്ടുപോയി. എന്നിട്ട് എന്തുണ്ടായെന്ന് ഞാൻ പറയണല്ലേ? മോളെ കാണാൻ അന്വേഷിച്ച് ചെന്നപ്പം ബോധം കെട്ട് കാട്ടി കിടക്കുന്നു. അതോ കിടപ്പോന്ന് വെച്ചാൽ എന്തോ കിടപ്പാ? ചങ്കലച്ചു പോകുന്ന കിടപ്പ. വീട്ടിൽ എടുത്തുകൊണ്ട് വന്ന് 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പെണ്ണിന് ബോധം വീണത്. എന്നാൽ ഇത് പുറത്തറിയിക്കാൻ കൊള്ളാമോ? കല്യാണം കഴിച്ചായി കേട്ട പെണ്ണല്ലേ? മാനഭംഗപ്പെട്ട പെണ്ണാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ പോലീസ് പരാതിപ്പെടായിരുന്നത്. വെടിവെച്ച് കൊല്ലാഞ്ഞതും അതുകൊണ്ടാ. വേലപ്പനെ വെടിവെച്ച് കൊന്നെന്ന് പറഞ്ഞാൽ ആളുകൾ തെരഞ്ഞു വരികില്ലേ? ആളുകൾ തെരഞ്ഞു വരുമ്പോൾ ഏടാർക്കാ? സിന്ധുമോൾക്കാ. അവൻ സിന്ധുമോളെ മാനഭംഗപ്പെടുത്തി എന്ന് പറയുന്നത് സത്യമാണോ മുതലാളി? രാഘവൻ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? എന്റെ മകളെ ഒരുത്തൻ മാനഭംഗപ്പെടുത്തിയെന്ന് ഞാനിവിടെ ഒന്ന് നുണ പറയും? തെളിവ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാ, പിടിവലിക്കിടയിൽ മുറിഞ്ഞുപോയ സിന്ധുമോളുടെ മുടിയാണ്. സംഭവ സ്ഥലത്ത് നിന്ന് ഞാനെടുത്ത് പോക്കറ്റിലിട്ടതാണ്.
ഇപ്പൊ ബോധ്യമായോ? രാഘവ, ഇതുവരെ അവൻ ചെയ്ത അക്രമങ്ങളെല്ലാം ഞാൻ ക്ഷമിച്ചു. പക്ഷെ ഇത് ഞാൻ ക്ഷമിക്കില്ല. അവനെ ഈ സെക്കൻഡിൽ ഈ വീട്ടിൽ നിന്ന് ഇറക്കിറക്കും, അല്ല ഞാൻ സമ്മതിക്കില്ല. ശരി മുതലാളി, അവനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇനി ഞാൻ മുതലാളിയുടെ മുഖത്ത് നോക്കൂ. ഞാൻ നന്ദി കിട്ടുന്നതല്ലെന്ന് മുതലാളിക്ക് അറിയാമല്ലോ. അതെനിക്കറിയാവുന്നതുകൊണ്ടല്ലേ ഞാനിവിടെ ഒന്ന് രാഘവനോട് പറയുന്നത്. അവൻ ഈ നാട്ടിൽ കാണരുത്. കേട്ടില്ല പറഞ്ഞത്? തൽക്കാലം ഞങ്ങൾ ഇറങ്ങുന്നു. ഈശ്വര, ഇങ്ങനെ ഒരു മകനെ കൂടി നീ എനിക്ക് തന്നല്ലോ. എനിക്കത് വിശ്വസിക്കാൻ തോന്നുന്നില്ല. ഒന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞ് നിന്നെ ആരെങ്കിലും കൊണ്ട് ക്ഷണിച്ചോ? വേലപ്പൻ ഒരിക്കലും അത് ചെയ്യില്ല. അവളൊരുത്തി അവന് വേണ്ടി വാദിക്കാൻ വേണ്ടി. എന്താ അമ്മേ, എന്തു പറ്റി? ആരും ഒന്നും മിണ്ടാതെ കുത്തിയിരിക്കുകയാണല്ലോ. അല്ല, ചേട്ടത്തിയമ്മയ്ക്ക് മൗനവ്രതമാണോ? അപ്പോ കാര്യം ഗുരുതരമാണല്ലോ. എന്തു പറ്റി ചേട്ടത്തിയമ്മ? ചേട്ടത്തിയമ്മ കാര്യം പറയൂ. ശരി, ആരും ഒന്നും പറയണ്ട, എനിക്ക് വല്ലാതെ വിശക്കുന്നു. എടാ, നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് ജനിച്ചല്ലോടാ. അമ്മേ, അത് അമ്മ കഴിഞ്ഞ ജന്മം ചെയ്ത പുണ്യമാണമ്മേ. എന്താ ചേട്ടാ ഇത്? ഞാൻ പുറത്തുനിന്നാണല്ലോ വരുന്നത്. നിന്നോട് പുറത്തിറങ്ങി പോകാനാണ് പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞാൻ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. എന്താ അമ്മ ഇത്? സ്വന്തം വീട്ടിൽ വന്ന് വിശക്കുന്നു എന്ന് പറയുമ്പോ പടലേക്ക് പിടിച്ച് പുറത്തു കൊള്ളുമോ? ഇത് എന്താ ഇത്? എവിടത്തിനായി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ എവിടെങ്കിലും പോയി ചാകടാ, പിഴച്ചവനെ, എവിടെങ്കിലും പോയി ചാകും. അന്തസ്സുള്ള ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തോടാ തെണ്ടി. ആര്? ഞാനോ? അതെ, നീ തന്നെ. ചേട്ടാ, എന്റെ മുഖത്ത് നോക്കി മറ്റാരെങ്കിലുമാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ വാരിയല്ലേ ഞാൻ ഊരിയെടുക്കുമായിരുന്നു. ചേട്ടനായി പോയത് കൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ആട്ടെ, ആരാണ് ഈ നുണ ഇവിടെ ഒന്ന് പറഞ്ഞത്? ആ പെണ്ണിന്റെ തന്ത തന്നെ. സ്വന്തം മകളെ പറ്റി ഏതെങ്കിലും തന്ത നുണ പറയും? ആ നുണ പറയാത്ത തന്ത ആരാണെന്നാ ചോദിച്ചത്. ആരാ ഈ നുണ ഇവിടെ ഒന്ന് പറഞ്ഞത്? മുതലാളിയും കാര്യസ്ഥനും കൂടെയാണ് ഇവിടെ വന്ന് പറഞ്ഞത്. അമ്മേ, പറയണ്ടമ്മേ. ചേട്ടനെ വിടൂ. ചേട്ടാ അടിച്ചോളൂ, അടിച്ചോളൂ ചേട്ടാ. ചേട്ടൻ യജമാന വേണ്ടിയല്ലേ? യജമാന സ്നേഹം എന്റെ പുറത്തല്ലേ കാണിക്കാൻ പറ്റൂ. അടിച്ചോളൂ ചേട്ടാ, ഇഷ്ടം പോലെ അടിച്ചോളൂ. കേട്ടോ അമ്മേ, സർവ്വ അഭ്യപ്രസംഗം കാണിച്ചിട്ട് അവൻ പറയുന്ന കേട്ടോ. ഞാൻ എന്ത് അഭിപ്രസം കാണിച്ചെന്ന് ചേട്ടൻ പറയുന്നത്? അമ്മേ, അമ്മയൊന്നും വിശ്വസിക്കരുത്. എങ്ങനെ വിശ്വസിക്കാതിരിക്കും? നീ വലിച്ചു പൊട്ടിച്ച സിന്ധുമോളുടെ മുടിയുമായിട്ട് അവരിവിടെ വന്നത്. അയ്യോ അമ്മേ, അത് ഞാൻ വലിച്ചു പൊട്ടിച്ചതല്ല, കത്രി കൊണ്ട് മുറിച്ചതാണ്. അതിന് തക്കതായ കാരണവുമുണ്ട്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അമ്മേ? ചേട്ടാ, ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട. ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയ നിന്നെ ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇറങ്ങുവഴി. ചേട്ടനത് കാര്യമായിട്ട് പറയുകയാണ്. ഞാൻ ആരെയും മാനഭംഗപ്പെടുത്തിയിട്ടില്ല ചേട്ടാ, അവർ നുണ പറയുകയാണ്. അമ്മേ, അമ്മയും എന്നെ അവിശ്വസിക്കുകയാണ്. അമ്മയുടെ മകൻ എത്ര വലിയ തെമ്മാടിയായാലും ഒരു പെണ്ണിനെയും മാനഭംഗപ്പെടുത്തുകയില്ലെന്ന് അമ്മയ്ക്ക് വിശ്വസിച്ചുകൂടെ? ഇപ്പോൾ വിശ്വസിക്കേണ്ടി വന്നല്ലോടാ മഹാഭാവി. അമ്മേ, ഇനി ചേട്ടത്തിയമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് ആശ്രയം. ചേട്ടത്തിയമ്മേ, ഞാൻ ഒരു പെണ്ണിനെയും മാനഭംഗപ്പെടുത്തിയിട്ടില്ല, മാനഭംഗപ്പെടുത്തുകയുമില്ല. എന്നെ വിശ്വസിക്കുന്നുവെന്ന് ഒരു പ്രാവശ്യം പറയും ചേട്ടത്തിയമ്മേ, ഇവർ കേൾക്കട്ടെ. എന്നെ ആരും വിശ്വസിക്കുന്നില്ല. നിന്നെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ആർക്കും ഭ്രാന്ത് പിടിച്ചിട്ടില്ല. വൃത്തികെട്ടവനെ. വേണ്ട ചേട്ടാ, വേണ്ട. മറ്റ് ഏത് അപവാദമായിരുന്നാലും ഞാനതിനെ പുല്ലുപോലെ അവഗണിച്ചേ. പക്ഷെ ഇത് അവഗണിക്കാൻ എനിക്ക് സാധ്യമല്ല. നിങ്ങളുടെ മുതലാളി കരുതിക്കൂട്ടി എന്റെ മേലൊഴിച്ച ഈ കറുത്ത ചായം കഴിക്കളയാതെ ഇനി ഞാൻ ഈ വീട്ടിനകത്ത് കാലുകുത്തുകയില്ല. ഞാൻ പോകുന്നു. മോനെ, അമ്മേ, മോനെ, വേലപ്പാ, മോനെ, മോനെ. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ?
നമസ്കാരം. ആവശ്യമില്ല, എന്നാലും ഒന്നിരിക്കട്ടെ. നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് പ്രയോഗിച്ച ബുദ്ധിയെ അഭിനന്ദിക്കാൻ. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോകുന്നോ ഇല്ലേ? മാനമുള്ളിടത്തല്ലേ മര്യാദ വേണ്ടു. എന്ത് പറയുന്നു അധികം പ്രസംഗി? ഈ വേണമെങ്കിൽ ഇവിടുന്ന് പോകുന്ന നല്ലത്. ഈ പെണ്ണിനെ ഞാൻ മാനഭംഗപ്പെടുത്തിയെന്ന് താൻ എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞില്ലേ? ഇവളുടെ മുടി ഞാൻ മുറിച്ചത് ശരിയാണ്, പക്ഷെ ഇവരുടെ ശരീരത്തിൽ ഞാൻ തൊട്ടിട്ടില്ല. ഇപ്പൊ ഇവളെന്റെ കൈക്കൂടിലാണ്. തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാണട്ടെ തന്നെ താമസിക്കും. എടോ, എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി തന്റെ സ്വന്തം മകളെ ഞാൻ മാനഭംഗപ്പെടുത്തിയെന്ന് ലോകം മുഴുവൻ പറഞ്ഞു തന്നില്ലേ? താൻ മനുഷ്യനാണ്. അഹങ്കാരി, നീ എന്നെ ക്ഷമേപേക്ഷിക്കുന്നു. വരട്ടാതെ വെക്കടോ വെടി, ധൈര്യമുണ്ടെങ്കിൽ വെടിവെക്ക്. എടോ, താനൊരു ദ്രോഹി മാത്രമാണെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി താനൊരു നീചനും കൂടിയാണ്. എടോ, താൻ മൂലം എന്റെ അച്ഛൻ മരിച്ചു. അല്ല, താൻ എന്റെ അച്ഛനെ കൊന്നു. അങ്ങനെ ഈ നാട്ടിൽ പലരെയും താൻ ചതിച്ചു. ആ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ നാട്ടിന് നന്മ വരുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും താൻ എതിർത്തു. ഇപ്പൊ തന്റെ മകളെയും താൻ എതിർക്കുന്നു. എടോ മനുഷ്യ, തന്റെ ഈ മകളെ നാളെ ആരുടെയെങ്കിലും തലയിൽ എപ്പോഴെങ്കിലും കെട്ടിവെക്കാനുള്ളത്. അവൾ ആരെങ്കിലും മാനഭംഗപ്പെടുത്തിയും താൻ പറഞ്ഞുകൊണ്ട് കിടന്നാൽ നാളെ ഇവൾ ആര് കല്യാണം കഴിക്കും? മകളുടെ ഭാവി പോലും ചിന്തിക്കാത്ത നീചൻ. നിർത്താൻ്റെ പ്രസംഗം. തനിക്ക് എല്ലാത്തിനേക്കാൾ വലുത് പണമല്ലേ? എടോ, താൻ ചെയ്തിട്ടുള്ള എല്ലാ നീചപ്രവൃത്തികൾക്കും എണ്ണി എണ്ണി ഞാൻ സമാധാനം പറയിപ്പിക്കാതെ തന്നെ വിടില്ല. തീർച്ച അത് പറഞ്ഞിട്ട് പോയാണ് ഞാൻ ഇവിടെ വന്നത്. ആ മനുഷ്യൻ എന്നെ മാനഭംഗപ്പെടുത്തിയെന്ന് ഡാഡി ആരോടെങ്കിലും പറഞ്ഞോ? ഡാഡി എന്താ ഒന്നും മിണ്ടാത്തത്? പറഞ്ഞു. നീ തന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? എന്തിനു വേണ്ടിയാണെങ്കിലും എന്റെ ഡാഡി എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ കരുതിയില്ല. ഡാഡിയെ കുറിച്ച് ഇവിടെ പറഞ്ഞ മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇത്രയേറെ നീതിനായാൽ എന്റെ ഡാഡിക്ക് എങ്ങനെ കഴിഞ്ഞു? അഹങ്കാരി, ഡാഡി എന്നെ കൊന്നോളൂ, എന്നാലും എന്റെ ഭാവി തകർക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അവളുടെ ഒരു ഭാവി, നിന്റെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് എനിക്കൊരു തീരുമാനമുണ്ട്. അതിന് വേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ ധിക്കരിച്ചാൽ കൊന്നുവെന്നെ കറിയാത്ത. മുതലാളി, കുഞ്ഞെന്താ പതിവില്ലാതെ ദേഷ്യപ്പെട്ടത്? ഇത് നല്ല കൂത്ത്. എന്നോടാണ് ദേഷ്യം.